കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരഞ്ഞെടുപ്പ് ആവേശമാണ്. അവധിക്കാലത്ത് കൊച്ചി കാണാൻ ഇറങ്ങിയവരും ഓട്ടോ ടാക്സി തൊഴിലാളികളുമെല്ലാം ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയം മാത്രം. മിസിസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരിയുടെ യാത്ര ഫോർട്ട് കൊച്ചിയിലൂടെയാണ്. അപ്പോൾ നമ്മുടെ സവാരി ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പതിപോലെ തന്നെ നല്ല തിരക്കുണ്ട് അല്ലേ വിനീത? നമ്മള് ചീനവലയൊക്കെ കണ്ടു, അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞു. ഇപ്പൊ നമ്മൾ ആ കടകളൊക്കെയുള്ള മേഖലയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതെ, ഇനി ഈ നാട്ടുകാരുടെ ഇവിടെ കാണാൻ എത്തിയവരുടെ വിശേഷങ്ങൾ കൂടി ഒന്ന് അറിയാം. ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ പോണ്. ആർക്കാ സാധ്യത? നമ്മുടെ കോൺഗ്രസിന് കാറ്റ് വലത്തോട്ടാ? അടുത്തൊക്കെ ശരി. കോൺഗ്രസ്സുകാരനാണോ? ആ ചേട്ടാ നമസ്കാരം. എങ്ങനെ സാധ്യത ഈ ഇലക്ഷന്? കാറ്റ് എങ്ങോട്ടാ? കാറ്റ് എങ്ങോട്ടെന്ന് വെച്ചാൽ ഈ ഇവിടെ ഭയങ്കര കളിയാണ്. ആദ്യത്തെ എം എൽ എക്ക് രണ്ടും നമ്മ വോട്ട് കൊടുത്ത് മട്ടാഞ്ചേരി ജയിച്ചത്. 2 പ്രാവശ്യം തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ ഷിയാസിനെ നിർത്തി. അപ്പൊ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ഈ ഫോർട്ട് കൊച്ചിയിൽ വീശുന്ന കാറ്റ് കോൺഗ്രസിന് അനുകൂലമെന്നാണ് പറയുന്നത്. വലത്തോട്ടാണ് കാറ്റ്. ചേട്ടാ, നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരും, 100 സീറ്റ് കിട്ടും. ഇവിടെ മാക്സി 5000 വോട്ടിന് നോക്കും. ഇലക്ഷൻ എന്താ അവസ്ഥ? അവർക്ക് നല്ല അവസ്ഥ തന്നെ, നല്ല ചൂടുള്ള അവസ്ഥ ആർക്കാ സാധ്യത? ആർക്കാ മാക്സി ആരും തോന്നണം. ആണോ? കടുത്ത പോരാട്ടമാണ് ഇത്തവണ. തീർച്ചയായിട്ടും ഇവരൊക്കെ പറയുന്നത് കാറ്റ് വലത്തോട്ടെന്നാണ്. ജനങ്ങൾക്ക് വേണ്ടത് കൊണ്ടിട്ടുള്ള രണ്ടാമത് ജയിപ്പിച്ചത്. അന്ന് ജനങ്ങൾ തന്നെ ഉണ്ടായില്ലേ? പിന്നെ എന്തുകൊണ്ട് തോറ്റി UDF? അപ്പൊ ജനങ്ങള് കണ്ണൂരിടന്മാരൊന്നുമില്ലല്ലോ, അവരെല്ലാം കാണുന്നുണ്ട്. ആ ജനങ്ങൾ ഇത്തവണ ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ 2000 വെച്ച് കൊടുക്കണ 600 കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് 18 മാസം മുടങ്ങിക്കുന്ന സമയത്ത് പിണറായി വന്നിട്ടാണ് മൊത്തം കൊടുത്തിരുന്നത്. ഇപ്പത്തെ 2000. ഇപ്പൊ അവര് പറഞ്ഞ 3000 കൊടുക്കാന്ന്. ഈ 3000 കൊടുക്കുമ്പോ ഇവിടുത്തെ സ്ത്രീ ജനങ്ങൾക്ക് 1000 വെച്ചുണ്ട്. അപ്പൊ അതും കൂട്ടി കൊടുക്കണ്ടേ? അപ്പൊ 4000 അല്ലേ? ഇനി കോളേജ് സ്റ്റുഡൻസിന് പെൺപിള്ളേർക്ക് 1000 വെച്ച്. അപ്പൊ 5000 വീട്ടിൽ അവിടെ കൊണ്ടുവരും. വീട്ടിൽ നിന്നാ നോക്കാം എന്താണ് സംഭവം. ചേച്ചി നോക്കി നിൽക്കുന്നത് എന്താ അവസ്ഥ നോക്കാം. യൂത്ത് വോട്ടുകൾ എങ്ങനെയെന്ന് നോക്കാം. ഒരു മിനിറ്റ്. എങ്ങനെയുണ്ട് ഇലക്ഷൻ? എങ്ങനെയുണ്ട്? തിരുവനന്തപുരത്ത് തുടങ്ങിയതാ. തമ്മിലുള്ള ഒരു പോരാട്ടം നടന്നു. അവിടെ എന്താ സാധ്യത? അവിടെ പിഷാരടിക്ക് സാധ്യത ഉണ്ട്. പിന്നെ പറയണേ NMR റസാഖ് ഒരു മനുഷ്യനെ മനസ്സുകളിലൊക്കെ പെട്ടെന്ന് ഇടം പിടിച്ച ഒരാളാണ്. അതെ, പിന്നെ എങ്ങനെയാണ് എന്നുള്ളത്. ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ട് NMR അല്ലേ? നല്ല മനുഷ്യനാണ്, മനുഷ്യ സ്നേഹിയാണ് എന്നുള്ളൊരു ഇവിടെ തന്നെയാണ് അഭിപ്രായം. അപ്പൊ കടുത്ത മത്സരം ഇത്തവണ പാലക്കാട് നടക്കുകയാണ്. ആ വിശേഷം നമുക്ക് പാലക്കാട് പോകുമ്പോൾ കൂടുതൽ അറിയാം അല്ലേ? ഇത് അഡ്വാൻസ് ആയിട്ട് ഇവരുടെ അതെ പാലക്കാടിന്റെ ചൂട് നമുക്ക് കൊച്ചിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് കൊച്ചിയിലൂടെയുള്ള നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. എല്ലാവർക്കും അനുകൂലമാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏതാണെങ്കിലും നമുക്കതൊക്കെ കാത്തിരുന്നിട്ട് കാണാം. നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മിസിസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.